മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും മുത്തശ്ശിയാണെങ്കിൽ കാണുന്നതും വളരെയേറെ സന്തോഷിക്കുന്നുണ്ട്. കാരണം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കരുണ അങ്ങോട്ടേക്ക് വരുന്നത്. ഞാനിപ്പോൾ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ആ സമയത്ത് തന്നെ മോള് വന്നത് എന്തുകൊണ്ടും നന്നായി. അതുകൊണ്ട് മോള് നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചോളാൻ പറയുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ അച്ഛൻ പോയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് തന്നെ നടക്കണേ, അതിൽ യാതൊരുവിധ വീഴ്ചയും വരുത്തരുതേ എന്നൊക്കെ ദൈവത്തിനോടായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേസമയം മോഹിനിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഈ സമയത്ത് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഇത് അവളുടെ വീടല്ലേ, പിന്നെ നീ എന്താണ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുകയാണ്. ഞാൻ വഴക്കിടാനൊന്നുമല്ല അമ്മേ വന്നത്. ഉണ്ണിയേട്ടൻ്റെ ജോലി പോയതുകൊണ്ട് ഉണ്ണിയേട്ടനാണെങ്കിൽ ആകെ ഭ്രാന്തെടുത്ത പോലെ നടക്കുകയാണ്. ആ ജോലി തിരികെ കൊടുക്കണമെന്ന് അമ്മ ലക്ഷ്മിയോടായിട്ട് പറയണമെന്ന് പറയുമ്പോൾ അതെല്ലാം അവർക്ക് സ്വയം അവൻ്റെ സ്വഭാവം മനസ്സിലാവുമ്പോൾ തിരിച്ചു കൊടുത്തോളും. ഇപ്പോൾ അവനിക്ക് ശമ്പളം എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ എനിക്കും ഒരു ജോലി തരപ്പെടുത്തി തരണം അമ്മ പറഞ്ഞാൽ ലക്ഷ്മി കേൾക്കുമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ മോഹിനിയുടെ മുന്നിൽ കെഞ്ചുന്നുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം നന്നായി ലക്ഷ്മിയും കണ്ണനും നിങ്ങളെ പൊന്നുപോലെ നോക്കും, നിങ്ങൾക്ക് അവരെന്ത് വേണമെങ്കിലും തരുമെന്നെല്ലാം മോഹിനി പറയുന്നത് കേട്ട് മുത്തശ്ശിക്കും കരുണയ്ക്കുമാണെങ്കിൽ ആകെ ഒരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. പിന്നീട് മോഹിനി പോയതിന് ശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഈ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മുടെ ജീവിതങ്ങളെല്ലാം മാറി മറിയും. മോൾക്കും ഉണ്ണിക്കും സന്തോഷത്തോടു കൂടി തന്നെ ഓഫീസിൽ നല്ല രീതിക്ക് തന്നെ തുടരാം, ആരുടെയും ശല്യമില്ലാതെ എന്ന് പറയുമ്പോൾ കരുണയ്ക്കാണെങ്കിൽ ആകെ സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കരുണയുടെ അച്ഛനാണെങ്കിൽ ആകെ ഭ്രാന്തെടുത്ത് നടക്കുകയാണ്. അയാൾ എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ്. നമ്മളെക്കാട്ടിയും അയാൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വിഷമം തട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അയാളാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും കഥ കഴിച്ചോളും അമ്മേ, അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമെന്നെല്ലാം പറയുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്കും സാഗർ വരുന്നുണ്ട്. അങ്ങനെ സാഗറിനാണെങ്കിൽ മഞ്ജു പാല് കൊടുക്കുന്നത് കാണുമ്പോഴേക്കും ഇത് കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉണ്ണി ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ഇതുപോലെയുള്ളൊരു വീട്ടിലൊക്കെ ആദ്യമായിട്ടാണല്ലോ കിടന്നുറങ്ങുന്നത്, അതുകൊണ്ട് നിനക്ക് അതിൻ്റെ ഒരു സന്തോഷമുണ്ടായിരിക്കുമെന്നൊക്കെ പറയുമ്പോൾ നല്ല ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് മഞ്ജു. നിനക്കും ഒരു ഭാര്യ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് എപ്പോഴെങ്കിലും നിനക്ക് ഇതുപോലെ പാല് തന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഉണ്ണിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു മൂലയ്ക്ക് ഇരുന്നതാണ്, ഞങ്ങളുടെ മേത്ത് വെറുതെ മെക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടെങ്കിൽ നല്ല വർത്തമാനം പറയുമെന്നെല്ലാം തിരിച്ച് പറയുന്നുണ്ട്. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും ആണെങ്കിൽ ബീച്ചിലെല്ലാം കറങ്ങിയതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അതേസമയം ആ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ മാർക്കോനെ കണ്ണൻ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ മാർക്കോനെ കാണുന്നതും കണ്ണൻ വണ്ടി നിർത്തിയിട്ട് പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ യാത്രയിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വീട്ടിലുള്ളവരെല്ലാം ഓർത്തിരിക്കുന്നത്, അതിനെന്തെങ്കിലും അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കുമെന്നെല്ലാം മാർക്കോനോട് പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട്, സാറെ സൂക്ഷിക്കണം, നിങ്ങളുടെ വീട്ടിലുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സാറും മഹാലക്ഷ്മിയും എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് തിരിച്ചു പോകണം, ഇനി അധികം നേരം ഇവിടെ കിടന്ന് കറങ്ങുണ്ടായെന്നെല്ലാം പറയുന്നുണ്ട്. അതേസമയം മാർക്കോ ആണെങ്കിൽ ആ വേലിയിൽ തൊട്ടാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനാണെങ്കിൽ ലോറിയുമായി ഇറങ്ങിയിരിക്കുന്നത് മാർക്കോയ്ക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ മാർക്കോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ണനെയും മഹിയെയും ഡ്രൈവറിൻ്റെ കൂട്ടത്തിലോട്ട് വീട്ടിലോട്ട് അയക്കുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കാറിന് നേരെ ഫോളോ ചെയ്ത് പോവുകയാണ്. അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതാപൻ്റെ പോക്ക്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വീട്ടിലോട്ട് പോകുന്ന സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും മാർക്കോനെ കണ്ടത് നന്നായി, അവൻ നമ്മളെ ഫോളോ ചെയ്ത് നമ്മുടെ കൂടെ തന്നെ വരുമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ്റെ ലോറിയാണെങ്കിൽ ഇവരുടെ കാറ് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെ പോകുകയാണ്. അതേസമയം ഡ്രൈവർ പറയുന്നുണ്ട്, സാറേ നമ്മളുടെ കാറിൻ്റെ പിറകിൽ ഒരു ലോറിയാണെങ്കിൽ കുറേ സമയമായിട്ട് തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന മഹാലക്ഷ്മിക്കാണെങ്കിൽ ആകെ പേടിയാകുന്നുണ്ട്. അത് പ്രതാപൻ്റെ ലോറിയാണെന്ന് തന്നെ മഹാലക്ഷ്മിക്ക് മനസ്സിലാകുന്നു. കാരണം കണ്ണൻ്റെ അച്ഛനെ കൊന്നിട്ടുള്ള അതേ ലോറി തന്നെയാണ് പ്രതാപൻ പ്രയോഗിച്ചിരിക്കുന്നത്. അത് നമ്മളുടെ നേരെ പാഞ്ഞു വരികയും നമ്മളെ കൊലപ്പെടുത്താനായിരിക്കും പ്രതാപൻ തിരിച്ചിറങ്ങിയിരിക്കുന്നതെന്നെല്ലാം മഹാലക്ഷ്മിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ പ്രതാപൻ്റെ എല്ലാ പ്ലാനിങ്ങുകളും അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ മാർക്കോ ആണെങ്കിൽ പ്രതാപനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രതാപനെ ആണെങ്കിൽ മാർക്കോയുടെ കയ്യിൽ നിന്നും നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും മാർക്കോ അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്തുകയാണ്. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.